പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹം അന്നരത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിന്റെ താലന്ത് നിലത്തു മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനും നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഉപമയെ കുറിച്ച് നാം പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. താലന്തുകളുടെ ഉപമയാണ് ഈ ഭാഗത്ത് മത്തായി 25-ാം അധ്യായം അതിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങൾ രേഖപ്പെടുന്നത്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് നിന്റെ സമ്പത്ത്, ഹല്ലേലൂയ, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ നാം കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്തും ലഭിച്ചവൻ വേറെ 2 താലന്ത് തേടി. 1 ലഭിച്ചവന് പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. ഹല്ലേലൂയ. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ, ഹല്ലേലൂയ, അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. വീണ്ടും നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, 2 താലന്ത് ലഭിച്ചവനും അടുത്തു വന്നു. ഹല്ലേലൂയ, യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ തന്നെ 1 താലന്ത് ലഭിച്ചവനും വന്നു. ഹല്ലേലൂയ. 1 താലന്ത് ലഭിച്ചവനും അടുക്കൽ വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ എടുത്തുകൊള്ളുക. 1 താലന്ത് ലഭിച്ചവൻ, ഹല്ലേലൂയ, ആ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു, നിന്റെ താലന്തിയെ മറച്ചു വെച്ചു, നിന്റേതായി എടുത്തുകൊള്ളുക. ഹല്ലേലൂയ. ആ ഭാഗം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത്, ഹല്ലേലൂയ, അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിക്കും. അങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ വചനം നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ ഭാഗം വായിച്ചതാണ്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നമ്മൾ ഒരുപാട് പ്രസംഗിക്കുന്നതാണ്. പക്ഷെ നമുക്കും പലപ്പോഴും അപകടങ്ങൾ പറ്റാറുണ്ട്. നമ്മെ ഏൽപ്പിച്ച താലന്തും പലപ്പോഴും നാം വേണ്ട വിധത്തിൽ വ്യാപാരം ചെയ്യാതെ നാം ഉദാസീനതയോടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ കൃത്യമായി വ്യാപാരം ചെയ്യുമ്പോഴാണ് യജമാനൻ അതിൽ പ്രസാദിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ കൊണ്ട് മറച്ചു വെച്ച് കഴിഞ്ഞാൽ യജമാനൻ വന്ന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നാം കണക്ക് കൊടുക്കാൻ നമ്മുടെ യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച താലന്തിന്റെ കണക്കിന്റെ കൂടെ, ഏൽപ്പിച്ച താലന്തോടു കൂടെ നാം നേടിയതുകൂടെ കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം.
ഇന്ന് പലർക്കും തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് അനേകർ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാതിരിക്കുന്നത്? ഈ ഭൂമിയിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച സകല മനുഷ്യർക്കും ദൈവം ഓരോരുത്തർക്കും അവന്റേതായ കഴിവിനനുസരിച്ച് പ്രാപ്തി പോലെ കൃപകൾ കൊടുത്തിട്ടുണ്ട്, താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പലർക്കും എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാത്ത വിധത്തിൽ പലരും ഇരുളിന്റെ ആധിപത്യത്തിൽ വീണ് കിടക്കുകയാണ്. പ്രൈസലോ, ഹല്ലേലൂയ. അതിനൊരു മുഖ്യ കാരണം ഭയമാണ്. നമ്മെ ഏൽപ്പിച്ച താലന്ത്, അത് നമുക്ക് ആ താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്യാൻ കഴിയാതെ നമ്മെ അലസനാക്കി മാറ്റുന്നതിന്റെ പിന്നിലെ രഹസ്യം നമ്മളിൽ ഉണ്ടാകുന്ന ഭയമാണ്. ഹല്ലേലൂയ. ഭയം പലപ്പോഴും നമ്മെ ഹല്ലേലൂയ ഒതുക്കിക്കളയും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന നമ്മുടെ ഈ ശ്രോതാവേ, ഭയം നിന്നെ ഒരിക്കലും ഒതുക്കിക്കളയാതെ കർത്താവ് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മുഖത്ത് നീ ശോഭിച്ചു നിൽക്കണമെന്ന്. പ്രൈസലോ. ഈ ലോകത്തിൽ ഒന്നിനെയും കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. സ്തോത്രം. ഭയപ്പാടും അധൈര്യപ്പെടലും ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി ഉണർന്ന് ശോഭിപ്പാൻ, ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു താലന്ത് ലഭിച്ചവൻ കൊണ്ട് കുഴിച്ചു ഇട്ടതുപോലെ നമ്മളും പലപ്പോഴും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് മൂടിവെക്കും. പ്രൈസലോ. അപ്പം തങ്ങൾ അറിയാതെ തന്നെ ഭയത്തിന്റെ ആത്മാവിന് സ്ഥാനം നൽകിയ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയത്തിന്റെ ആത്മാവിന് സ്ഥാനം കൊടുക്കും. ഭയത്തിന്റെ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ ഭയം നമ്മെ പരാജയപ്പെടുത്തും. ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് കുതിക്കാൻ കഴിയാതെ കാണുന്നതിനെ എല്ലാം ഭയപ്പെടാൻ തുടങ്ങും. പ്രൈസലോ. അതുകൊണ്ടാണ് നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരോട് പറയാം, നമുക്ക് ഇന്ന് വർക്കിന് പോകാം, പ്രവർത്തിക്കാൻ പോകാം എന്നൊക്കെ പറയുമ്പോൾ അവർ പലവിധമായ ഭയം, പലവിധമായ ഒഴിവ് കഴിവ് പറഞ്ഞ് അവർ മാറിപ്പോകും. എന്താണ്? ഭയത്തിന്റെ ആത്മാവ് അവരിൽ വ്യാപരിക്കുന്നത് കൊണ്ട് അവർക്ക് മുമ്പോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാതെ, അവരെ ഏൽപ്പിച്ച താലന്ത് യജമാനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഭയം അവരെ കീഴ്പ്പെടുത്തി കളയുന്നു. അല്ലേ? ചിലർക്ക് ഭയം, ചിലർക്ക് ലജ്ജ, ചിലർക്ക് പരിഭ്രമമാണ്. ഹല്ലേലൂയ. ചിലർക്ക് ഭയങ്കര ഭയമാണ്, ചിലർക്ക് ലജ്ജയാണ്, ചിലർക്ക് പരിഭ്രമമാണ് തുടങ്ങിയ വിഷയങ്ങൾ അനേകരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. ഇത്യാദി വിഷയങ്ങൾ പലരെയും അടിമപ്പെടുത്തി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ചിലർക്ക് കർത്താവിനെ സ്തുതിക്കാൻ പോലും ഭയമാണ്. ചില ആളുകൾ കണ്ടില്ലേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, സഭയിൽ വരത്തില്ല, സഭയിൽ വരാൻ ഭയം, സഭയിൽ വരാൻ ലജ്ജ, അവർക്ക് ഭയങ്കര പരിഭ്രമം. അവർ പറയും, ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ആരും കാണാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരെ ഏൽപ്പിച്ച താലന്തുകൾ അവർക്ക് വ്യാപാരം ചെയ്യാൻ കഴിയാതെ അവരുടെ ഉള്ളിൽ ഭയത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, ഭയവും ലജ്ജയും പരിഭ്രമവും അവരെ അലട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ കർത്താവിനെ സ്തുതിക്കുന്നതിന് പകരമായിട്ട് അവർ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുകയാണ്. ഹല്ലേലൂയ. സാത്താൻ പലതും കാണിച്ചവരെ ഭയപ്പെടുത്തും. സാത്താൻ പലതും പറഞ്ഞവരെ ലജ്ജയിലേക്ക് കൊണ്ടുവരും. സാത്താൻ പലതും പറഞ്ഞവരെ പരിഭ്രമിപ്പിക്കും. അങ്ങനെയുള്ള അനവധി ആളുകൾ ഇന്ന് ദൈവസഭയിലുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ശക്തമായി തീക്ഷ്ണതയോടെ നിന്നവർ, വിശ്വാസ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കത്തി നിന്നവർ, പിന്നത്തേതിൽ ആമയും ഭയവും ലജ്ജയും പരിഭ്രമവും വന്ന് ഇന്ന് ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, 5 താലന്ത് കിട്ടിയവൻ അവൻ ഭയവും ലജ്ജയും പരിഭ്രമവും കൊണ്ട്, 2 താലന്ത് കിട്ടിയവൻ അവൻ ഭയവും പരിഭ്രമവും ലക്ഷ്യം കൊണ്ട് ഒതുങ്ങിയിരിക്കാതെ, 5 കിട്ടിയവൻ 5 നേടിയതുപോലെ, 2 കിട്ടിയവൻ 2 നേടിയതുപോലെ ആമീൻ നിങ്ങളും നിങ്ങളെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യണം. അല്ലേ? 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചു കൂടിയതുപോലെ നിങ്ങൾ ഒരു തരത്തിലും ഒരു കാരണവശാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനകത്തും ദൈവത്തെ സ്തുതിക്കുന്നതിനകത്തും നിങ്ങൾ മടി കാണിക്കാതെ കർത്താവിന് വേണ്ടി കത്തി ശോഭിക്കണം. പ്രൈസലോ. നിങ്ങളിവിടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. നിങ്ങൾക്കൂടെ ദൈവത്തിന് വലിയ പ്ലാനിങ് ആണുള്ളത്. അത് നിങ്ങളിലൂടെയാണ് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, രക്തം ചെയ്യൽ. അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ദൗത്യം ഏൽപ്പിച്ചവൻ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. ലോകത്തിൽ ആരോട് ചോദിച്ചാലും ഒരു പറയും, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, ഞങ്ങൾ യേശുവിന്റെ ആൾക്കാരാ എന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, യേശുവിന്റെ ആളാണ്, യേശുവിനെ അറിയാം, ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന്
പറച്ചിലല്ലാതെ അവരുടെ പ്രായോഗിക ജീവിതത്തിലില്ല. കാരണം പലതിനെയും അവർ ഭയപ്പെടുന്നു, പലതിനെ കുറിച്ച് അവർ ലജ്ജിക്കുന്നു. ദൈവമക്കളോട് ഒന്നിച്ച് ദൈവസഭയിൽ കടന്നിരുവാൻ, വിശുദ്ധ ബൈബിൾ പിടിച്ചുകൊണ്ട് വരാൻ അവർ പലരും ലജ്ജ കാണിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെയാണ് നമ്മൾ ചെയ്യാൻ. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുന്നതിനകത്ത് ലജ്ജ കൂടാതെ വിളിച്ചു പറയണം. പ്രൈസലോ. കണക്ക് തീർക്കുന്ന ഒരു ദിവസം, യജമാനൻ വന്ന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. കണക്ക് തീർക്കുന്ന നാളിൽ അല്ലെങ്കിൽ നാം ദൈവസനി നേരോടെ നിൽക്കണമെങ്കിൽ, ദൈവസനി നമുക്ക് മടി കൂടാതെ ഭയം കൂടാതെ നിൽക്കണമെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ നാം വ്യാപാരം ചെയ്യുന്നവരായിരിക്കണം. രക്തം ചെയ്യുന്നത് നമ്മുടെ അനവധി മിഷണറിമാർ വടക്കേയുടെ പ്രദേശത്ത് കടന്നുപോയി, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നുപോയി, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും അനുഭവിച്ച് ജീവൻ പോലും അമലിയെ പണയപ്പെടുത്തിക്കൊണ്ട്, ജീവൻ പോലും അപകടത്തിലായിട്ടും അവർ കർത്താവിന് വേണ്ടി ശക്തമായി നിന്നത് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി മിഷണറിമാർ കർത്താവിന് വേണ്ടി ഭയങ്കര പീഡനം അനുഭവിച്ചത് കണ്ടു. അവിടെയെല്ലാം അവർ കർത്താവിന് വേണ്ടി ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഭയം പ്രവേശിക്കാതെ, ലജ്ജ പ്രവേശിക്കാതെ, പരിഭ്രമവരെ മൂടിക്കളയാതെ ഏൽപ്പിച്ച താലന്തുകൾ സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയ അനവധി മിഷണറിമാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന മാർട്ടിൻ ലൂതർ, ഗ്രഹാം സ്റ്റെയിൻസിൻ, ഹല്ലേലൂയ, റെയ്നാർഡ് ബോംഗെ, പോൾ ജോങ്ങിച്ചോ, വില്യം കേറിയൊക്കെ ഇവരൊക്കെ നമുക്കറിയാം. നമ്മുടെ സാമിലി ആദിമസഭയുടെ പിതാക്കന്മാർ, സാധു കൊച്ചുകുഞ്ഞുപദേശി, ഹല്ലേലൂയ, സാധു സുന്ദർ സിംഗിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി അറിയാം. ദൈവം അവരെ ഏൽപ്പിച്ച താലന്തുകളൊക്കെ ശക്തമായി ഒരു പ്രയോജനപ്പെടുത്തി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. അവർ ഭയം കൂടാതെ, ഹല്ലേലൂയ, ലജ്ജ കൂടാതെ, പരിഭ്രമം കൂടാതെ കർത്താവിന് വേണ്ടി ശോഭിച്ചു. ഹല്ലേലൂയ. അറിയാം, അന്നമാമാമൻ എന്ന് പറയുന്ന സഹോദരിയൊക്കെ നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വളരെ പീഡകളും വളരെ ഉപദ്രവങ്ങളും വളരെ കഷ്ടതകളും സഹിച്ചയാളാണ്. എങ്കിലും ഭയവും പരിഭ്രമവും കൂടാതെ, ലജ്ജ കൂടാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ലോക രാജ്യങ്ങളിൽ ഉയർത്തുവാൻ ദൈവനെ ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ. അവർ കൂടെ ദൈവം വലിയവ ചെയ്തു. എന്തുകൊണ്ടാണ്? അവർ കർത്താവിന് വേണ്ടി വിധേയപ്പെട്ടു കൊടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരനേ, നമുക്ക് മുമ്പേ കടന്നുപോയ അനവധി മിഷണറിമാർ അവരെ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്ത് അവർ ഈ ലോകം വിട്ടുപോയി കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ, പ്രതിഫലം വാങ്ങുമ്പോൾ അവർ കടന്നു വരുമ്പോൾ നാം ലജ്ജിച്ചു പോകാതെ അവരോടൊപ്പം നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. പ്രൈസലോ. നമ്മെ ഏൽപ്പിച്ച താലന്ത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്കും പ്രതിഫലം തരുന്ന നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ നിൽക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അഗ്നിഗോളമായി മാറിയവരുണ്ട്. കർത്താവിന് വേണ്ടി മൃഗങ്ങൾക്കിട്ട് മൃഗങ്ങളാൽ നശിച്ചവരുണ്ട്. കർത്താവിന് വേണ്ടി വീർച്ചവാളാൽ അറക്കപ്പെട്ടവരുണ്ട്. കർത്താവിന് വേണ്ടി പൊട്ടിയ വേദനയുടെ കൂടിയ കഷ്ടതയുടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി ജയിലിൽ കിടക്കുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ലജ്ജ കൂടാതെ കർത്താവിന് വേണ്ടി ഉണർന്നു നിൽക്കുമ്പോൾ, ശക്തമായി പ്രയോജനപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്റെ ഉള്ളിൽ ഭയത്തിന്റെ ആത്മാവ് വന്നിട്ട് ദൈവവേലയിൽ നിന്ന് പിന്നോക്കം പോകാതെ, നിന്നെ ഏൽപ്പിച്ച താലന്ത് നീ മറച്ചു വെക്കാതെ, കുഴിച്ചുകൂടാതെ, ഏൽപ്പിച്ച താലന്ത് കൊണ്ട് വിശ്വസ്തയുടെ കർത്താവിന്റെ മഹത്വമേറി വേല ചെയ്യണമെന്ന് സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ്. കാലം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല, എല്ലാം പ്രതികൂലമാണ്. പ്രതികൂലത്തിന്റെ നടുവിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് ദൈവസഭ പീഡനത്തിലൂടെ കടന്നു വരുന്നു. യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് സുവിശേഷത്തിനെതിരാണ്. അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റും തുടർന്ന് വന്ന ഗവൺമെന്റുകളും ഇന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ എവിടെയും സുവിശേഷത്തിനെതിരെ ശബ്ദിക്കുന്നവരാ. എന്നാൽ സുവിശേഷത്തിനെതിരെ എവിടെയെല്ലാം ശബ്ദിച്ചാലും, സുവിശേഷത്തെ എവിടെയെല്ലാം തകർക്കുവാൻ ശ്രമിച്ചാലും, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരെ ജയിലിട്ട് പൂട്ടുവാൻ, സുവിശേഷത്തെ ഭൂമി നിർമൂലനാശം ചെയ്യുവാൻ ശ്രമിച്ച പലരും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെന്ന് നിങ്ങൾ ഓർക്കണം. അല്ലെങ്കിൽ സുവിശേഷം ഇവിടെ അല്ലരിയ അഗ്നി പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി ഓരോരുത്തരും സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് താലന്തുകൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ ദാസിദാസന്മാർ യാത്ര ചെയ്യുന്നു. അവർ കടന്നു ചെന്ന് അറിയാത്ത ഭാഷ, അറിയാത്ത ജനം, അവരറിയാത്ത സംസ്കാരങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ നിലവാരത്തിലൂടെ കടന്നു പോകുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ അവർ ശക്തമായി സുവിശേഷം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ.
അവരെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നെ ഏൽപ്പിച്ച താലന്ത് നീ വ്യാപാരം ചെയ്യണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ, ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപകൾ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ, വരങ്ങൾ, ഹല്ലേലൂയ, അത് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ നോക്കിയാട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം എന്തായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ ആമേലിയ പൗലോസ് അറിഞ്ഞ നാളെ തൊട്ട് ആ ദമസ്കോസ് പട്ടണത്തിന്റെ പടിവാതിൽ വിളിച്ച് യേശു പൗലോസിനെ സന്ദർശിച്ച നിമിഷം തൊട്ട് പിന്നീട് തന്റെ രക്തസാക്ഷിത്വം ഭരിക്കുന്നവരെ കർത്താവിന് വേണ്ടി കത്തി നിന്നവരാണ് പൗലോസ്. ഹല്ലേലൂയ. അതിനിടയിൽ എത്രമാത്രം ഉപദ്രവങ്ങൾ, പീഡകൾ, കഷ്ടപ്പാടുകൾ, നിന്ദകൾ, അപമാനങ്ങൾ, പട്ടിണി, വൈതാഹം, ഉറക്കളപ്പ്, കാട്ടിലെ ആപത്ത്, നദികളിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, വൈതാഹം, പട്ടിണിയൊക്കെ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, ചീരറ കടന്നു വന്നപ്പോൾ മൃഗയുദ്ധം താൻ നേരിടേണ്ടി വന്ന സന്ദർഭങ്ങളെല്ലാം വിശ്വസതയോടെ തന്നെ ഏൽപ്പിച്ച് താലന്ത് പൗലോസ് കർത്താവിന് പ്രയോജനപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. അവസാനം പൗലോസ് പറഞ്ഞു, നല്ല തോട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കാൻ വെച്ചിരിക്കും, ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, പൗലോസിനെ പോലെ ശക്തമായി കർത്താവിന് വേണ്ടി ഈ ഓട്ടക്കളത്തിൽ ഓടണം. പ്രൈസ് ദി ലോർഡ്. എതിർപ്പുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ മേലെ അഭിഷേകത്തെ പകർന്നിരിക്കുന്നത്, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിൽ ഉറപ്പോടുകൂടി നിൽക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതെ, ഈ ഭൂമിയിൽ ഭയം വരാൻ, പരിഭ്രമം വരാൻ, ലജ്ജ വരാൻ വേണ്ടിയിട്ട് ദൈവം നമുക്കെന്താ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഹല്ലേലൂയ, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സോദരൻ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കർത്താവ് നിങ്ങൾക്ക് താലന്തുകൾ നൽകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കും, കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടും എന്നുള്ള ആ ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയാണ് കർത്താവ് നിങ്ങളെ കൃപകൾ ഏൽപ്പിക്കുന്നത്, താലന്തുകൾ നിങ്ങൾക്ക് പകരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് താലന്തുകൾ നൽകുമ്പോൾ, കർത്താവ് നിങ്ങൾക്ക് പല തരത്തിലുള്ള കൃപാവരങ്ങൾ നൽകുമ്പോൾ, ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും നൽകുമ്പോൾ, ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾ ഈ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. 5 താലന്ത് നേടിയവർ വീരത്വത്തിന്റെ, ഹല്ലേലൂയ, ആത്മാവിന് സ്ഥാനം നൽകാതെ, ഹല്ലേലൂയ, 5 താലന്ത് കിട്ടിയവൻ, ഹല്ലേലൂയ, 5 കൂടെ നേടി. ഹല്ലേലൂയ. അപ്പൊ 5 താലന്ത് കിട്ടിയവനും 2 താലന്ത് കിട്ടിയവനും വീരത്വത്തിന്റെ ആത്മാവിന് ഇടം കൊടുത്ത് ഭയം തങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാതെ, പരിഭ്രമവും ലജ്ജയും കയറ്റാതെ അവർ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? അവന്റെ ഉള്ളിൽ വീരത്വത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, ഭയം വന്നു കഴിഞ്ഞപ്പോൾ അവന് ലഭിച്ച ദ്രവ്യം കൊണ്ട് മറച്ചു വെച്ചു. എന്താ ചെയ്യും? ഇന്ന് പകരം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവ്, നിങ്ങളിൽ എത്ര പേർ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവ് ഏൽപ്പിച്ച കൃപകളും കൃപാവനുകളും താലന്തുകളും നിങ്ങൾ കുഴിച്ചുമൂടി മറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടണം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, ഹല്ലേലൂയ, മാനവകുലം മുഴുവൻ പാപത്തിൽ വീട് കിടപ്പോൾ, ശാപത്തിൽ വീട് കിടന്നപ്പോൾ, ആ പാപത്തിന് ശാപത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും മോചനമില്ലാതെ കിടന്നപ്പോൾ, പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ രക്ഷയെ കുറിച്ച് നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ യാതൊരു മടിയും കൂടാതെ, ഭയം കൂടാതെ, ലജ്ജ കൂടാതെ, പരിഭ്രമം കൂടാതെ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ തന്നു. തന്റെ കൈകാലുകൾ കാലിലും പാണികൾ തറയപ്പെട്ടു, തന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കി, തന്റെ വിലാപ്പുറം കൊത്തി തുറന്നു. തന്റെ ശരീരമാസകരം ചാട്ടമാരം കൊണ്ട് ഉഴവിച്ചാൽ പോലെ കീറി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കർത്താവ് നമുക്ക് വിരൂപമായി തീർന്നു. അവരെ കണ്ടവരൊക്കെ തല കുലുക്കിക്കൊണ്ട് കളയാക്കി, നിന്ദിച്ച് അപമാനിച്ചു, കുലപാതകനെന്നും ചതിയിലെന്നും ബേത്സെബൂലുള്ളവനെന്നും ഭൂതമെന്നൊക്കെ പറഞ്ഞ്, ചതിയനെന്നൊക്കെ പറഞ്ഞ യേശുവിനെ അപമാനിച്ചു. അവര് ദാഹിക്കാൻ ചോറൊക്കെ കുടിക്കാൻ കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ യേശു നിന്റെ അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റ് പിതാവ് ഏൽപ്പിച്ച ദൗത്യം, പിതാവ് ഏൽപ്പിച്ച താലന്ത് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ
പിതാവിന് വേണ്ടി വിശ്വസത്തോടെ യേശു തന്റെ ജീവിതത്തിൽ നിവർത്തിച്ചുവെങ്കിൽ അല്ലേലിയ ഇന്ന് പകരം ദൈവത്തിന്റെ വചനം കേട്ടുന്ന ശ്രോതാവേ, നിനക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ തന്ന കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് നീ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. രക്തം ചെയ്യണം. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളാക്കി മാറ്റിയത്, പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിങ്ങളെ വിടിവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാന സന്തോഷം തന്ന യേശു നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ നോക്കിയാൽ, യേശു നിങ്ങൾക്കത് വേണ്ടി യാഗമായി തീർന്നോർത്താൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ മറച്ചു വെക്കാതെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നതിനായി തീരും. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ കർത്താവിന് പ്രയോജനപ്പെടണം കേട്ടോ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഭയം എന്നത് ഭയങ്കരമായ ദുഷ്ടശക്തിയാണ്. ഈ ഭയം എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത്, പരിഭ്രമം എന്ന് പറയുന്നത് ഭയങ്കരമായ ദുഷ്ടശക്തിയാണ്. അത് സാത്താന്റെ തന്ത്രമാണ്, അത് സാത്താന്റെ വിദ്യയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ഭയപ്പെടുത്തുക, നിങ്ങളെ ലജ്ജ നിങ്ങളെ പരിഭ്രമത്തിലേക്ക് കൊണ്ടുപോവുക, നിങ്ങളുടെ ഉള്ളിൽ ഉദാസീനത തരിക, ഇതെല്ലാം പിശാചൊരുക്കുന്ന ദുഷ്ടതന്ത്രങ്ങളാണ്. അല്ലേ? ആ ദുഷ്ടതന്ത്രങ്ങളെ നിങ്ങൾ ജയിക്കണം. ആ ദുഷ്ടശക്തിയെ നിങ്ങൾ ജയിക്കണം. ഇത് സാത്താന്റെ ഭീകരമായ ആയുധമാണ്. പിശാചിന്റെ ഭീകരമായ ആയുധമാണ് നമ്മുടെ ഉള്ളിൽ ഭയവും ലജ്ജയും പരിഭ്രമവും ഒക്കെ കൊണ്ടു തരുന്നത്. അല്ലേ? അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ നാം എതിർത്ത് നിൽക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അല്ലേ? സ്തോത്രം. ഭയം ഹൃദയത്തെ തളർത്തിക്കളയും. ഭയം ഉത്സാഹത്തെ കുറയ്ക്കുന്നു. അല്ലേ? ഭയം ഒരിക്കലും തനിയെ വരികയില്ല. അതിനോടുകൂടെ കലക്കം, വിഷമം, വെപ്രാളം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. ഈ പിശാച് ഭയങ്കര തന്ത്രശാലിയാ കേട്ടോ. ഭയം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. ആ ഭയത്തോടു കൂടി എന്ത് ചെയ്യും? കലക്കം കൊണ്ടുവരും. ഹല്ലേലൂയ. വിഷമങ്ങൾ കൊണ്ടുതരും. സ്തോത്രം. ഹല്ലേലൂയ. വിഷമങ്ങൾ കൊണ്ട്, വെപ്രാളം കൊണ്ടുതരും. അങ്ങനെ പിശാച് മനുഷ്യനെ പല വിധത്തിലും വേട്ടയാടി അവനെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിശ്വാസം നീക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടവർ പലതിനും ഭയപ്പെട്ട് മാറി നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന പിശാചിന്റെ ചിന്തകളും ആലോചന, അവന്റെ ആയുധത്തെയും നിങ്ങൾ നീക്കിക്കളഞ്ഞ് കർത്താവായ യേശുവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം. രക്തം ചെയ്യാം. പുതിയ നിയമത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്തേഫാനോസിനെ കൊല്ലുവാൻ വേണ്ടി യഹൂദന്മാർ അടക്കമുള്ള പല്ലും കടിച്ച് കല്ലുമായിട്ട് വരുമ്പോൾ ഭയം കൂടാതെ യേശുവിനെ പ്രസംഗിച്ച ഒരു സ്തേഫാനോസിനെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 6 വീണ്ടുമൊക്കെ കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ജീവൻ അപകടത്തിലാ. ജീവൻ ഏത് സമയം പോകും. അവർ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യും. പക്ഷേ ന്യായാധിപ സംഘത്തിൽ ചിലർ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോസ്തലർ 6:15 കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ്? സ്തേഫാനോസിന് ഭയമില്ലായിരുന്നു, സ്തേഫാനോസിന് ലജ്ജയില്ലായിരുന്നു, സ്തേഫാനോസിന് പരിഭ്രമമില്ലായിരുന്നു. അവനെ ഏൽപ്പിച്ച താലന്തുകൾ കൃത്യമായി സ്തേഫാനോസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അവനെ ശക്തമായിട്ട് ഉപയോഗിച്ചു. അതേ കർത്താവിന് വേണ്ടി ഒന്നാമത്തെ രക്തസാക്ഷിയായി മാറി. അത് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കർത്താവിന് വേണ്ടി നീ രക്തസാക്ഷ്യം വരിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. രക്തം ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിന്റെ അനുഭവങ്ങളൊക്കെ നോക്കിയാൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ ധീരതയോടെ നിന്ന എത്രയോ ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു പുസ്തകം ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന പുസ്തകം. ഹല്ലേലൂയ. നിങ്ങൾ ആ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്, എടുത്ത് വായിക്കണം. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും ആ പുസ്തകം വാങ്ങി വായിക്കണം. ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന പുസ്തകം. അതിനകത്ത് ചില മിശ്രീമാരുടെ ജീവിത ചരിത്രം, അവർ കടന്നുപോയ പാതകൾ, അവരുടെ ഏറ്റവും ഉപദ്രവങ്ങൾ, അവർ അനുഭവിച്ച പങ്കപ്പാടുകൾ, അമ്മയൊക്കെ അതിനകത്ത് ചില സഹോദരിമാരെ കുറിച്ച്, ചില ദൈവദാസന്മാരെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം മാറിപ്പോകും, നമ്മുടെ ലജ്ജ മാറിപ്പോകും, നമ്മുടെ പരിഭ്രമം മാറിപ്പോകും. അവരെ പോലെ നാം ഉണർന്ന് പ്രവർത്തിക്കുവാൻ, അവരെ പോലെ ശക്തിയോടെ നിൽക്കുവാൻ വേണ്ടുന്ന ധൈര്യം നമുക്ക് നൽകുക പുസ്തകം. അല്ലേരി അനേകരുടെ ഹൃദയത്തെ ആകർഷിച്ച, അനേകരെ സുവിശേഷവിൽ ശക്തിപ്പെടുത്തിയ, അനവധി ആളുകളെ സുവിശേഷവിൽ ധൈര്യപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന പുസ്തകം.
അല്ലേ? ഞാൻ ആ പുസ്തകം പല ആവർത്തി വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പല ആളുകളെയും പല മെസ്സേജിനെത്തിയും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു പുസ്തകമാണ് അത്. അല്ലേ? അപ്പം പലതിനെയും കണ്ട് ഭയപ്പെട്ടും ലജ്ജിതരിച്ചും പരിഭ്രമം പിടിച്ചും പിശാചിന്റെ കുതന്ത്രങ്ങൾക്കകത്ത് വീട് പോയ സന്ദർഭങ്ങളിൽ ആ പിശാചിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ശക്തന്മാരായിരിക്കുന്ന വിഷയമാരുടെ സാക്ഷ്യം നമ്മെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രമമായി നിങ്ങൾ തകർന്നു പോകരുത്. നിന്നെ ഏൽപ്പിച്ച താലന്ത് നീ കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യണം. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലേലിയ ഭയം തനിയെ വരത്തില്ല. അതിനോടൊപ്പം കലപ്പും വിഷമവും വെപ്രാണവും തുടങ്ങിയതെല്ലാം കടന്നു വരും. ഇങ്ങനെയുള്ളവരാൾ ശരിയാവണ്ണം എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ കഴിയില്ല. അങ്ങനെ ഭയം വന്നു കഴിയുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയത്തില്ല. അല്ലേരി അവരൊക്കെ ഇങ്ങനെ ചതഞ്ഞ, തളർന്ന, ക്ഷീണിച്ച, മടുത്ത, അലസതയുള്ള വിശ്വാസികളായി ഒഴിവ് കഴിവ് പറഞ്ഞ് പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറി തെന്നി മാറി അവർ സമയം ചെലവഴിക്കും. നിന്നെ അതിനല്ല ദൈവം വിളിച്ചത് കേട്ടോ. നിന്നെ വിളിച്ചത് കർത്താവിന്റെ മഹത്വം വേറെ ചെയ്യാനാ. 5 താലന്തിനെ ഏൽപ്പിച്ചത് 5 താലന്ത് കൂടെ നേടാൻ വേണ്ടിയിട്ടാ. 2 താലന്ത് ഏൽപ്പിച്ചത് 2 കൂടെ നേടാൻ വേണ്ടി. നിന്റെ പ്രാപ്തിക്ക് പോലെ, നിന്റെ പ്രാപ്തിക്ക് അനുസൃതമായി നിന്റെ മേൽ അഭിഷേകം പകർന്നത്, ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും പകർന്നത് നിന്നാൽ കഴിയുന്നത് പോലെ, നിനക്ക് പറ്റുന്നത് പോലെ, നിന്റെ പ്രാപ്തി പോലെ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യാം. അല്ലേരി. അപ്പം ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ ഒരു കഥ വായിച്ചു. വലിയ ഒരു ബാലൻ അപ്രത്യക്ഷമായി എതിർ വീട്ടിലുള്ള താറാവിനെ കൊന്നു കുഴിച്ചിട്ടു. അക്കാര്യം അറിഞ്ഞ അവന്റെ ചേച്ചി അവൻ തനിച്ചിരിക്കുമ്പോഴെല്ലാം അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവന് ലഭിക്കേണ്ട പലഹാരങ്ങളൊക്കെ അപഹരിച്ചു കൊണ്ടിരുന്നു. അവൾ തന്റെ ജോലികളെല്ലാം അവനെ ഏൽപ്പിച്ച് ക്രൂരമായി അവനോട് പെരുമാറി. എന്നാൽ ഒരു ദിവസം ബാലൻ തന്റെ അപ്പന്റെ അടുക്കൽ ഹൃദയം തുറന്ന് സംസാരിച്ചു. തന്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു ക്ഷമ ചോദിച്ചപ്പോൾ ആ അപ്പൻ ഹൃദയപൂർവ്വം അവനോട് ക്ഷമിച്ചു. അതിനുശേഷം ആ ചേച്ചിയെ കുറിച്ചുള്ള ഭയം അവനില്ലാതെയായി. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൈവദാസന്മാർ കൂടെ കേട്ടതാണ്. അല്ലേലിയ. ഞാൻ ഈ ദൈവത്തിന് പത്രം വായിച്ചപ്പോൾ ആ ഭാഗം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. അയൽവീട്ടിലെ താറാവിനെ കൊന്നത്, കുട്ടി കൊന്നത് അവന്റെ ചേച്ചി കണ്ടിട്ട് ആ ചേച്ചി ആ കുട്ടി ഇന്നും ഭയപ്പെടുത്തും. അവന്റെ അപ്പൻ മേടിച്ചു വന്ന ഫലഹാരങ്ങളെല്ലാം അവനെ ഭീഷണിപ്പെടുത്തി ചേച്ചി മേടിച്ചു തരും. ചേച്ചി വീട്ടിൽ ചെയ്യേണ്ട ജോലികളെല്ലാം ഇവനെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ഇവൻ ഭയത്തിന് അടിമപ്പെട്ടു. ഒരു ദിവസം അവന്റെ ഹൃദയത്തിന്റെ ഭാരം, സങ്കടമെല്ലാം അവന്റെ അപ്പന്റെ ഇരിക്കൽ അവൻ ഉള്ളു തുറന്ന് സംസാരിച്ചു. തന്റെ ഭാഗത്ത് പറ്റിയ വീഴ്ചകൾ പറഞ്ഞു. തന്റെ അപ്പൻ തന്നോട് കനിവ് തോന്നി, മനസ്സറിഞ്ഞു. ആ മകനോട് ക്ഷമിച്ചപ്പോൾ അവന്റെ ഉള്ളിലെ ആ ചേച്ചിയിൽ നിന്നുള്ള ഭയം മാറിപ്പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇങ്ങനെ നിങ്ങളെ പലരും ഭയപ്പെടുത്തും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളെ പലതിലും ഭയപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സുവിശേഷകരമായി ദേശത്ത് കടന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, മേലാൽ നിന്റെ മുഖം ഈ ദേശത്ത് കാണരുതെന്ന്. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് പറയാ, മേലാൽ ഈ മുഖം ഈ ദേശത്ത് കണ്ടുപോകരുതെന്ന്. മേലാൽ നിന്നെ ഈ ദേശത്ത് കണ്ടുപോകും, മേലാൽ ഈ ഭാഗത്ത് നിന്നെ കണ്ടുപോകരുത്. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു, മേലാൽ ഞങ്ങളുടെ മുഖം ഇവിടെ കാണാൻ പാടില്ല, ഞങ്ങൾ ഈ ദേശത്ത് കണ്ടുപോകാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? ആ മനുഷ്യനെ ഭയപ്പെട്ട. അല്ലേ? ആ മനുഷ്യനെ കുറിച്ചുള്ള ഭയം ഉള്ളിൽ കയറിയാൽ, ആ സംഭ്രമം വന്നു കഴിഞ്ഞാൽ, പരിഭ്രമം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സുവിശേഷ വേല നിർത്തിപ്പോകേണ്ടി വരും. അല്ലേ? ഞങ്ങൾ ആ വ്യക്തിയെ ഭയപ്പെട്ടില്ല. ആ വ്യക്തിയുടെ ഭയം ഞങ്ങളുടെ ഉള്ളിൽ വന്നില്ല. അദ്ദേഹം പറഞ്ഞ നാൾ തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടെ നടക്കുക, അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടെ നടന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, സുവിശേഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നടന്ന് പരസ്യങ്ങൾ നടത്തി. അല്ലേ? അദ്ദേഹം ഞങ്ങളെ കണ്ട് ഭയം പിടിച്ച് മാറിപ്പോയി. ഞങ്ങളെ കണ്ട് ലജ്ജിതനായി മാറിപ്പോയി. ഞങ്ങളെ കണ്ട് പരിഭ്രമം പിടിച്ചത് അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് ഇതൊന്നും വന്നില്ല. കാരണം മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലേ? മനുഷ്യനെക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെടണം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടരുത്, ഈ ലോകത്തെ ഭയപ്പെടരുത്, ഇവിടുത്തെ സംവിധാനങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച സുവിശേഷം നിങ്ങൾ ശക്തിയോടെ അറിയിക്കണം. രക്തം ചെയ്യും.
എൻ്റെ ഏരിയ നമ്മൾ ഭയത്തിന് അടിമപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കാലം എന്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം ഇനി അധികമില്ല. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി. തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. നാം രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ വേർപാടും വിശുദ്ധരും ജീവിക്കുന്ന സകല ജനങ്ങളും കർത്താവിനോടുകൂടി എടുക്കപ്പെടാൻ സമയമായി. അതുകൊണ്ട് നിന്റെ താലന്തുകൾ, നിനക്ക് തന്ന താലന്തുകൾ മറച്ചു വെക്കാതെ, നിനക്ക് തന്ന താലന്ത് കൊണ്ട് നീ ശക്തമായി ശുശ്രൂഷ ചെയ്ത്, നിന്നെ ഏൽപ്പിച്ച താലന്ത് കൊണ്ട് നീ വ്യാപാരം ചെയ്തില്ലെങ്കിൽ അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ നീ തള്ളിപ്പോൻ സാധ്യതയുണ്ട്. തള്ളപ്പെട്ടു പോകും. രക്തം ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ മധ്യ എഴുന്നേറ്റ് പ്രകാശിച്ച ശക്തനായ പ്രവാചകനാണ് ഏലിയാവ്. ഏലിയ ഇസ്രായേൽ നിലവിലെ എഴുന്നേറ്റ് പ്രകാശിച്ച ശക്തനായ മനുഷ്യനാണ് ഏലിയാവ്. പ്രാർത്ഥന വീരനാണ്, അഗ്നിയുടെ പ്രവാചകനാണ്. അല്ലേലിയ. അങ്ങനെ ഏലിയാവിനെ കുറിച്ച് പറയുവാൻ അനവധി കാര്യങ്ങളുണ്ട്. അല്ലേലിയ. നമ്മൾ സ്തോത്രം, സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 4 വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്. താനോ മരുഭൂമി ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, ശക്തനായ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവനാ, അഗ്നിയുടെ പ്രവാചകനാ, ശക്തനായ പ്രാർത്ഥന മനുഷ്യനാ, കർമ്മേലിന്റെ പ്രാർത്ഥന മധ്യ തീയിറക്കിയവനാ. പക്ഷെ ഇസബേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്ക് കേട്ടപ്പോൾ ഏലിയാവിന്റെ ഉള്ളിൽ ഭയം കടന്നു വന്നു, ലജ്ജ കടന്നു, സംഭ്രമം, പരിഭ്രമം പിടിച്ചു. അവൻ പറയുക, മതി കർത്താവേ, അങ്ങ് മരിച്ചാ മതിയെന്ന്. അല്ലേരി. ഇവിടെ നാം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മതി എഴുന്നേറ്റ് ശക്തനായ പ്രവാചകൻ ഏലിയാവ്. അവൻ കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ആകാശത്തിൽ നിന്നും അഗ്നി ഇറക്കി യഹോവ തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തി ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെയും വെട്ടിക്കൊന്നു. അല്ലെങ്കിൽ ശമരി വലിയ ഉണർവിനെ കൊണ്ടുവന്നു. എന്നാൽ ഇസബേൽ എന്ന രാജ്ഞി ഏലിയാവിന്റെ ജീവന് വെല്ലുവിളിയായി കഴിഞ്ഞപ്പോൾ അവൻ ഭയന്നു വിറച്ചു. ഒരു ദിവസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചൂരച്ചയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അല്ലേ, ഇങ്ങനെയുള്ള സാഹചര്യം പലർക്കും കടന്നു വരാം. ഇങ്ങനെയുള്ള സാഹചര്യം പലർക്കും കടന്നു വരാം. ഏലിയാവിനെ പോലെ ശക്തനായ ധീരനായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഭയം കടന്നു വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഭയം കടന്നു വരാം. പക്ഷെ ദൈവമാണ് നിന്നെ വേലയ്ക്ക് വിളിച്ചെങ്കിൽ, കർത്താവാണ് നിന്നെ വേലയ്ക്ക് വിളിച്ചെങ്കിൽ, ലോകത്തിന്റെ ഭയത്തിന് മുമ്പിൽ നീ വീണു പോകാതെ ഹല്ലേലൂയ അവിടെ നിന്നെ ശക്തിപ്പെടുത്തി ഹല്ലേലൂയ നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ യേശുവിനോട് കൂടെ കാണാൻ രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്താണ്? കർത്താവ് എഴുന്നേറ്റ് പ്രകാശിച്ച് തന്റെ പ്രവാചകനെ നിരാശയിലേക്ക് വിടാതെ കർത്താവ് എന്ത് ചെയ്തു? അവന് വേണ്ടി പ്രവർത്തിച്ചു. ഏലിയാവിനെ നിരാശയിലേക്ക് പോകാതെ, ഭയത്തിലേക്ക് പോകാതെ, ലജ്ജയിലേക്ക് പോകാതെ, പരിഭ്രമത്തിലേക്ക് പോകാതെ കർത്താവ് അവനെ ശക്തിപ്പെടുത്തി തന്റെ ദൂതനെ അയച്ചു, അവനെ ഉറപ്പിച്ചു. ദൈവം തന്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ ഉറപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഭാവികാല ശുശ്രൂഷകളെ കുറിച്ച് സംസാരിച്ചു. ഏലിയാവിന്റെ ഭാവികാല ശുശ്രൂഷയെ കുറിച്ച് സംസാരിച്ചു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എവിടെയെങ്കിലും നീ സുവിശേഷം മുഖാതെ ഭയപ്പെട്ട് തളർന്ന് ക്ഷീണിച്ചാണിരിക്കുന്നെങ്കിൽ, നീ ആരോടും ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ശക്തമായ ദൂത് ഏലിയാവിന്റെ ഒരിക്കൽ ദൈവദൂതനെ അയച്ച് അവന്റെ ഭാവികാല ശുശ്രൂഷയെ കുറിച്ച് അവനെ വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ശക്തമായിട്ട് ഇതിനോട് ഇടപെടുന്നത്, നീ ഭയത്തിന്റെ ആത്മാവിനെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ ഭാവികാലം, നിന്റെ മുമ്പുള്ള ശുശ്രൂഷയെ കുറിച്ച് നിനക്ക് വ്യക്തമായി ബോധ്യത്തോടെ നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം. രക്തം ചെയ്യാം. കർത്താവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം അവന്റെ ശുശ്രൂഷയെ കുറിച്ച് സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമക്കൾ, നിങ്ങളുടെ ഭയം നീങ്ങുവാനായി കർത്താവിലേക്ക് നോക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭയം നീങ്ങുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിനെ നോക്കണം. നിങ്ങളെ ഭയപ്പെടുത്തുന്ന അനവധി സാത്താന്യ ശക്തികൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണ് ഓടിച്ചു നോക്കിയാട്ട്, നിങ്ങൾക്ക് ചുറ്റും നോക്കിയാട്ട്, നിങ്ങളെ ഭയപ്പെടുത്തുന്ന അനവധി കണ്ണുകൾ, അനവധി ശക്തികൾ, വ്യക്തികൾ നിങ്ങൾക്ക് മുമ്പിൽ എതിർപ്പെടും. ഹല്ലേലൂയ. സാത്താൻ പലവിധമായ കുതന്ത്രങ്ങളുമായി നിനക്ക് നേരെ കടന്നു വരും. പല ആക്രോശങ്ങൾ, പല ഭീഷണിയുടെ വാക്കുകൾ നിനക്ക് നേരെ കടന്നു വരും. അവിടെയൊന്നും നീ പതറിപ്പോകാതെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കണം.
ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാൽ നിന്റെ ജീവിതം തകർന്നു പോകാതെ, നിന്റെ ജീവിതം താറടിയായി പോകാതെ, ഹല്ലേലൂയ, നീ ശക്തിയോടെ അഭിഷേകത്തോടെ നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ നീ വ്യാപാരം ചെയ്ത് നിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ദൈവം ചെയ്യുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. രക്തം ചെയ്യും. അതേ കാലഘട്ടത്തിൽ ദൈവം ചിലരേക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി അല്ലെങ്കിൽ ചില ആളുകളുമേ ദൈവം ശക്തമായ നിയോഗം തന്ന്, അഭിഷേകം തന്ന്, കൃപകളും കൃപാവരങ്ങളും തന്ന്, താലന്തുകൾ തന്ന് കർത്താവിന് വേണ്ടി ശക്തമായി ശോഭിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ചില ദൈവ മക്കളെ, ചില ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അല്ലേ? അതിലൊരാൾ നിങ്ങൾക്കാകാൻ പറ്റുമോ? നിങ്ങൾക്കാകാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാമോ, കർത്താവേ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണമേ, അങ്ങയുടെ മഹത്വമേറി വേല ചെയ്യുവാൻ, അങ്ങയുടെ മഹത്വമേറി ശുശ്രൂഷ ചെയ്യുവാൻ, ഭയം കൂടാതെ, ലജ്ജ കൂടാതെ, പരിഭ്രമം കൂടാതെ സുവിശേഷം വിളിച്ചു പറയുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, ആരുടെ നടുവിലും ആരുടെ മുമ്പിലും ഭയപ്പെട്ടു പോകാതെ പ്രസംഗിക്കുവാനുള്ള ഒരു വലിയൊരു അഭിഷേകത്തെ എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ? അതെ, ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി പോകേണ്ട ദൂരം വളരെ അധികമാകുന്നു. നിങ്ങൾ കർത്താവിന് വേണ്ടി പോകേണ്ട ദൂരം വളരെ അധികമാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കണം, എത്ര ദൂരം പോകണം, എത്രയധികം നിങ്ങൾ വേല ചെയ്യണം, എത്രയധികം നിങ്ങൾ കർത്താവിന് വേണ്ടി ശോഭിക്കണം എന്നുള്ളത് അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. നിന്നിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യണം, നിന്നിലൂടെ എന്തെല്ലാം വീര്യപ്രവർത്തനം ചെയ്യണം, നിന്നിലൂടെ എന്തെല്ലാം വിടുതൽ ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അത് നിന്നെക്കുറിച്ച് വലിയ പ്ലാനായ യേശുവിനെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെക്കുറിച്ച് വലിയ പ്ലാനാണ്. നിന്റെ തലമുറയെക്കുറിച്ച് വലിയ പ്ലാനാണ് ദൈവത്തിന്. ആമേൻ. നിന്റെ ശുശ്രൂഷ വളരെ ദൂരത്തിലാണ്. ഹല്ലേലൂയ. അത് നിന്നെ ഇങ്ങോട്ട് പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ അയക്കുമ്പോൾ നീ ഭയം കൂടാതെ കടന്നുപോയി നീ കർത്താവിന്റെ വേല ചെയ്യണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി പോകേണ്ട ദൂരം വളരെയധികമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ 34 സംഖ്യത്തിനൊക്കെ വായിക്കുമ്പോൾ 34 സംഖ്യത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അതെ, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അവൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. നിങ്ങളുടെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ച് ഭൂമിയുടെ ഏറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയാക്കി നിങ്ങളെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യെരൂശലേമിലും യഹൂദയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിന്റെ കർത്താവ് ഉയർത്തുവാൻ, നിന്റെ കർത്താവ് അയക്കാൻ ആഗ്രഹിക്കുക. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത് യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ച താലന്തുകൾ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം ഏതാണ്? മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ. 25-ാം അധ്യായം 25-ാമത്തെ വാക്യമാ: നിന്റെ താലന്ത് നിലത്തും മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്: ദുഷ്ടനും മടിയനുമായ ദാസനെ, നീ ഞാൻ വിതയ്ക്കാത്തിരുന്ന് കൊയ്യുകയും വിതനാത്തിരുന്ന് ചേർക്കുകയും ചെയ്യുന്നു നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻപാണി വെക്കാനെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എന്റേത് വാങ്ങി പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ മനുഷ്യന് കിട്ടിയത് കിട്ടിയ അവന്റെ അവസാനം എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലികടിയും ഉണ്ടാകുന്ന. അത് നിങ്ങൾ കർത്താവിന്റെ വേണ്ടി ഉണർന്ന് ശോഭിക്കണം. പ്രതിഫലം വാങ്ങുന്ന നാളിൽ 5 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് ലഭിച്ചവനെ നല്ലവനും വിശ്വസനമായ ദാസനെ എന്ന് വിളി കേട്ടതുപോലെ നിങ്ങളെപ്പോഴും നല്ലവനും വിശ്വസനമായ ദാസനെന്നുള്ള വിളി കേൾക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ഒരുക്കമുള്ളവരായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ വിളി ഭയവും ലക്ഷ്യം പരിഭ്രമവും നിങ്ങളെ സുവിശേഷ വേലയിൽ നീക്കിക്കളയുന്നുണ്ടെങ്കിൽ, ദേശത്തിലെ പോരുകളും ദേശത്തിലെ വെല്ലുവിളികളും നിനക്ക് തടസ്സമാണെങ്കിൽ, ഇന്ന് പകൽ നീ അതിൽ നിന്ന് മാറി ഏരിയാവിനെ പോലും നീ തളർന്നു പോകാതെ നിനക്കൊരു ദൂരയാത്രയുണ്ട്, നിനക്ക് ശുശ്രൂഷയുണ്ട്. അത് നീ ഏറ്റെടുത്ത് ചെയ്യുവാൻ ഇന്ന് പകൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി, നിന്റെ സമയം കർത്താവിന് കൊടുക്കാൻ പറ്റുമോ? നിന്നെ ഏൽപ്പിച്ച ദൂതുകൾ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊള്ളാം കർത്താവേ എന്ന് പറയുവാൻ നിനക്ക് കഴിയുമോ?
അതെ, നിന്റെ കഷ്ടങ്ങൾ മാറും, വേദനകൾ മാറും, നീ കർത്താവിന്റെ ഉണർന്ന് പ്രകാശിക്കണം. ഒരു വലിയ പ്രതിഫലം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ, കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലകളെ, വിവിധ ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്നവരെല്ലാം നാളെ ആയിരിക്കും ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്നവരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേന, ക്രമസമാധാന പാലകരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ജുഡീഷ്യൽ അനന്തമായ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കും വാഹന നിർമ്മിതാക്കൾ, മോട്ടോർ രംഗത്തെ മെക്കാനിക്കൽ നിൽക്കുന്ന സമുദ്രത്തിന് ആളുകൾ ജോലി ചെയ്യുന്നവർ, സമുദ്രാർത്ഥി ജോലി ചെയ്യുന്നവർ, ലേഡിയ കടലിലും കായലിലും ആളുകളൊക്കെ എൻ്റെ നദികൾക്ക് താമി പാലങ്ങളുടെ പണിക്ക് വേണ്ടി ആഴത്തിൽ, കടലിലെ ആഴത്തിൽ, നദികളുടെ ആഴത്തിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അല്ലെങ്കിൽ കടലോര വാസികൾ, മത്സ്യബന്ധനം കടന്നു പോകുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളെയും കമ്പനികളും ഫാക്ടറികളും എല്ലാ കത്താമി കനികളും ജോലി ചെയ്യുന്നവരെ, വഴിയോര കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കായി, കൺസ്ട്രക്ഷൻ വേല ചെയ്യുന്നവർ, ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി, കാർഷിക മേഖലയിൽ, ക്ഷീര മേഖലയിലായിരിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. സഹകരണ മേഖല, പൊതുമേഖല ആയിരിക്കുന്നവർ, ഹല്ലേലൂയ സ്തോത്രം. ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എല്ലാ മേഖലയും ജോലി ചെയ്യുന്നവരെ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാ ഭരണപ്രതിപക്ഷ പാർട്ടികളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, ജനത്തൊരു മനസ്സാന്തരം കൊടുക്കണമേ. സുവിശേഷ വിരോധികളെ, തീവ്രവാദികളെ, ഭീകരവാദികൾക്ക് ദൈവം സംരക്ഷിക്കണമേ. അല്ലെ സുവിശേഷമായി കേരളത്തിന് ഭൂമിയുടെ അറ്റത്തോളം കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ അവരെ ഏൽപ്പിക്കുന്ന കഷ്ടത്തിലും പ്രയാസ ദുഃഖത്തിനും കടലിലൂടെ കടന്നു പോകുന്നവർ, പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് മാനിക്കണമേ. സുവിശേഷ മുഖാന്തര തടവിൽ കിടക്കുന്നവർക്ക് മോചനത്തിനായി പ്രാർത്ഥിക്കും. ഉപദ്രവിച്ചവർക്ക് കഷ്ടതയേറ്റവർക്ക് വിടുതലായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിയുടെ ദാസന്മാരെ വേലയിൽ മാനിക്കണമേ. ദൈവകൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമായി നിൽക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും വിദേശ രാജ്യങ്ങളുമായി കടന്നുപോയി ജോലി ചെയ്യുന്നവർ, പഠിക്കാൻ കടന്നുപോയിരിക്കുന്ന എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിലും, വാർദ്ധക്യത്തിലും, നിരാനും വൃത്തിയുടെ രസന, യാച, ഓർഫനേജ് തടവറയിലായിരിക്കുന്നവർ, മദ്യപാനികളും വെറുക്കൂത്തുകാരും, തുടർന്ന് മയക്കുമരുന്ന് അനുഭവപ്പെട്ടവർ, ക്രിമിനൽ പശ്ചാത്തലത്തിൽ അകപ്പെട്ടവർ എല്ലാം വിടുവിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ ഈ ദിവസം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ആയിരം ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിടുക്കണം യേശു കർത്താവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.